Hello. In the last part, we discussed about the basic terms of metallurgy. Today, we are discussing about metallurgical operations. The metallurgical operations mainly include 4 steps. The first step is crushing and grinding. Second step is concentration of the ore. Third step is the extraction of metal. And the last step is purification of metal. Purification is also known as refining. These 4 steps, metallurgical operations include these 4 steps. In the first step, crushing and grinding. Crushing and grinding means we get the ore particles from the earth crust as huge lumps. That huge lumps of ore particles, we have to make them small pieces and powder it. So the crushing and grinding means crush the ore into small pieces and powder them. That is the first part. Second part is concentration of the ore. Concentration means we have to make the ore concentration improve, and it contains mainly impurities also. We have to separate that impurities from the ore particles. The separation of impurities or the concentration of the ore particles, increase the concentration of the ore particles is known as concentration of the ore. This concentration of the ore that includes mainly 2 methods. The first one is physical method and chemical methods are there. Physical methods and chemical methods. Physical methods means the impurities present in the ore present by physical means. Physical means ആണ് എന്നുണ്ടെങ്കിൽ, അതായത് ഫിസിക്കലി അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ആണ് എങ്കിൽ അതിനെ നമുക്ക് ഫിസിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. കെമിക്കലി ഇൻവോൾവ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ആണെങ്കിൽ വി ഹാവ് ടു യൂസ് കെമിക്കൽ മെത്തേഡ്സ്. ഫിസിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്നതിനകത്ത് സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാൻഡ് പിക്കിംഗ്, കൈകൊണ്ട് നമുക്കതിനെ പിറക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. അതായത് ഇമ്പ്യൂരിറ്റീസും അതുപോലെ തന്നെ ഉള്ള ഓർ പാർട്ടിക്കിൾസിനെയും നമുക്ക് പിറക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. The second method, first one is hand picking. Second one is hydraulic washing. Hydraulic washing means we have to, or in hydraulic washing you have to separate a type of ore which include the impurities that have a lower weight. അതായത് ഈ പറയുന്ന ഇമ്പ്യൂരിറ്റീസ് അടങ്ങിയിരിക്കുന്നത് അതിൽ ഭാരം കുറഞ്ഞ ഇമ്പ്യൂരിറ്റീസ് ആണ് എങ്കിൽ ആ ഭാരം കുറഞ്ഞ ഇമ്പ്യൂരിറ്റീസിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഫിസിക്കൽ മെത്തേഡിൽ ഹൈഡ്രോളിക് വാഷിംഗ് എന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. In hydraulic washing, we are using a stream of water. ഒരു സ്ട്രീം ഓഫ് വാട്ടറിൽ അതിനെ വാഷ് ചെയ്തെടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഒഴുക്കുള്ള ജലത്തിൽ കഴുകിയെടുക്കുക. ആ കഴുകിയെടുക്കുന്ന സമയത്ത് അതിൽ നിന്നും വളരെ ലൈറ്റർ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് വാഷ് എവേ ആവുകയും അതുപോലെ ഓർ പാർട്ടിക്കിൾസിനെ നമുക്ക് അതിനകത്ത് നിന്ന് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതാണ് സെക്കൻഡ് മെത്തേഡ് ആയിട്ടുള്ള ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറയുന്നത്. Third method, that is magnetic separation.
മാഗ്നറ്റിക് സെപ്പറേഷൻ. നമ്മൾ പറഞ്ഞു സെക്കൻഡ് മെത്തേഡിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഓർ പാർട്ടിക്കിൾസ് ഹെവിയർ ആയിരിക്കുകയും ഇംപ്യൂരിറ്റീസ് ലൈറ്റർ ആയിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഹൈഡ്രോളിക് വാഷിംഗ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. തേർഡ് മെത്തേഡിൽ മാഗ്നറ്റിക് സെപ്പറേഷൻ, ആ മാഗ്നറ്റിക് സെപ്പറേഷൻ വരുമ്പോൾ ആ മാഗ്നറ്റിക് സെപ്പറേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നുകിൽ ഓർ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ അതിൻ്റെ ഇംപ്യൂരിറ്റീസ്. എയ്തർ വൺ ഈസ് മാഗ്നറ്റിക്. In magnetic separation, we are using a magnetic roller contains wheels and a conveyor belt. Conveyor belt is passed over the wheels. Here, we introduce the four parts. This wheel is a magnetic one. ഇങ്ങനെ മാഗ്നറ്റിക് റോളറാണ് ഇതിനകത്ത്, രണ്ട് വീലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലൊരു കൺവെയർ ബെൽറ്റ് ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുന്ന ആ കൺവെയർ ബെൽറ്റിന്റെ ഈ ഭാഗത്ത് നമ്മൾ പൗഡേഡ് ആയിട്ടുള്ള ഓർ പാർട്ടിക്കിൾസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഈ ഡയറക്ഷനിൽ മൂവ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വരുമ്പോൾ ഇവിടെ വരുന്ന പാർട്ടിക്കിൾസിനകത്ത് ഇവിടെ നമുക്ക് രണ്ട് രീതിയിലായിരിക്കും ഇങ്ങോട്ട് പോകുന്നത്. ഇത് നോൺ മാഗ്നറ്റിക് ആയിരിക്കും. ഈ ഒരു ഇതിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യുന്നത് മാഗ്നറ്റിക് ആയിരിക്കും. ഇത് നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ളതും ഇതിനകത്ത് മാഗ്നറ്റിക് ആയിട്ടുള്ളതുമായ പാർട്ടിക്കിൾസ് സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓർ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഇംപ്യൂരിറ്റീസ് മാഗ്നറ്റിക് ആണ് എന്നുണ്ടെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഈ രീതിയിലുള്ള മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന മെത്തേഡ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. Okay. Then the fourth method is froth flotation. Fourth method is froth flotation. The froth flotation ഇതിനെ അടിച്ച് പതപ്പിച്ച് ഒരു അജിറ്റേഷൻ കൂടി അടിച്ച് പതപ്പിക്കുന്നതാണ് ഫ്രോത്ത് എന്ന് പറയുന്നത്. ദെൻ ആ ഫ്രോത്ത് ചെയ്ത് അതിനെ കട്ട് ഓഫ് ചെയ്യുന്ന പ്രോസസ് ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് here we are using a tank. And a mechanical agitator is used. Here we are introducing ore particles plus pine oil. പൈൻ ഓയിലുമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഓർ പാർട്ടിക്കിൾസ് നമ്മൾ ഇതിനകത്തേക്ക് കൊടുക്കും. ഇതൊരു അജിറ്റേറ്റർ ആണ്. ഇതിനകത്തേക്ക് ഓർ പാർട്ടിക്കിൾസിന് നമ്മൾ ശരിക്ക് ഓർ പാർട്ടിക്കിൾസും പൈൻ ഓയിലും കടത്തിയിട്ടുള്ള ആ ഒരു മിക്സറിനെ നമ്മൾ ശരിക്ക് അതിനെ അജിറ്റേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അടിച്ച് പതിപ്പിച്ച് കഴിയുമ്പോൾ അതിൽ നിന്നും പത ഫോം ചെയ്യുകയും ആ പതയിന്റെ കൂടെ തന്നെ ലൈറ്റർ ആയിട്ടുള്ള ഓർ പാർട്ടിക്കിൾസ് പുറത്തേക്ക് വരികയും, അതായത് ഓർ പാർട്ടിക്കിൾസ് അതിനകത്ത് ഓയിൽ, ഈ പറയുന്ന ഓർ പാർട്ടിക്കിൾസ് പൈൻ ഓയിൽ പിന്നെ വാട്ടർ കണ്ടന്റ് ഉണ്ട്. അപ്പൊ അതില് ഈ പറയുന്ന ഓർ പാർട്ടിക്കിൾസ് ഓയിലുമായിട്ട് മിക്സ് ചെയ്ത് ഓയിലുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടാവുന്നു. ഇംപ്യൂരിറ്റീസ് വരുന്നത് വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു കണ്ടീഷൻ വരുന്നു. ആ കണ്ടീഷനിൽ ഓർ പാർട്ടിക്കിൾസ് ഓയിലുമായിട്ട് മിക്സ് ചെയ്തായതുകൊണ്ട് അത് ഈ ഫ്ലോത്തിന്റെ കൂടെ അപ്പർ ലെയറിലേക്ക് പോകും. ഇവിടെ നമുക്ക് ഓർ പാർട്ടിക്കിൾസിനെ കിട്ടും. ആ ഓർ പാർട്ടിക്കിൾസിനെ ഇത്രയും ഭാഗം നമുക്ക് സ്കിം ഓഫ് ചെയ്ത് കട്ട് ചെയ്തെടുത്തുകൊണ്ട് ആ സെപ്പറേഷൻ നടത്താനായിട്ട് സാധിക്കും. ആ രീതിയിലുള്ള സെപ്പറേഷനാണ് നമ്മൾ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സിനകത്ത് നമ്മൾ പൈൻ ഓയിലുമായിട്ട് ഓർ പാർട്ടിക്കിൾസിനെ മിക്സ് ചെയ്യും. പൈൻ ഓയിലുമായിട്ട് മിക്സ് ചെയ്ത് മെക്കാനിക്കൽ അപ്ലിക്കേഷൻ വഴി ഫ്രോത്ത് ഫോം ചെയ്യുകയും ആ ഫ്രോത്തിന്റെ കൂടെ ഓയിലുമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഓർ പാർട്ടിക്കിൾസ് മുകളിലേക്ക് വരികയും ആ ഓർ പാർട്ടിക്കിൾസിനെ നമുക്ക് സ്കിം ഓഫ് ചെയ്തെടുക്കുകയും ചെയ്യാവുന്നതാണ്. അതാണ് നാലാമത്തെ മെത്തേഡ് ആയിട്ടുള്ള ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത്. ഫിഫ്ത്ത് മെത്തേഡ്, ഫോർത്ത് വൺ ആണ്. ഫിഫ്ത്ത് മെത്തേഡ് ഈസ് ലീച്ചിങ്.
leaching means the ore particles and the impurities that is dissolved in a suitable solvent. Suitable solvent എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതില് ഓർ പാർട്ടിക്കിൾസ് ലയിക്കുകയും ഇംപ്യൂരിറ്റീസ് അതിനകത്ത് ഡിസോൾവ് ആകാത്തതുമായ ഒരു സോൾവെന്റിനെയാണ് നമ്മൾ സ്യൂട്ടബിൾ സോൾവെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു സോൾവെന്റിൽ ലയിപ്പിക്കുകയും അപ്പോൾ അവിടെ ഓർ പാർട്ടിക്കിൾസ് ആ സോൾവെന്റിനകത്തേക്ക് ഡിസോൾവ് ആകുന്നു. ദെൻ ഇംപ്യൂരിറ്റീസ് ഡിസോൾവ് ആകുന്നില്ല, അതിനെ നമുക്ക് ഫിൽട്രേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാം. അങ്ങനെ ഫിൽട്രേഷൻ വഴി സെപ്പറേറ്റ് ചെയ്തതിനു ശേഷം ആ ഒരു സൊല്യൂഷനിൽ നിന്നും ഓർ പാർട്ടിക്കിൾസിനെ നമുക്ക് റീറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതിനെയാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. ആ ലീച്ചിങ്ങിൽ കൂടി നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന അല്ലെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന പ്രോസസ് ആണെന്ന് പറയുന്നത്. ആ കോൺസെൻട്രേഷൻ നടത്തുന്നത് അതിനകത്തുള്ള ഒരു കോമ്പൗണ്ട് അലൂമിനിയം അല്ലെങ്കിൽ അലൂമിനിയത്തിന്റെ ഓറായിട്ടുള്ള ബോക്സൈറ്റ് എന്ന് പറയും. ബോക്സൈറ്റിന്റെ കോൺസെൻട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ലീച്ചിങ് എന്ന പ്രോസസ്സാണ്. ബോക്സൈറ്റ് എന്ന് പറയുന്നത് അലുമിനിയം ഓക്സൈഡ് ആണ്. അലുമിനിയം ഓക്സൈഡ് ആണ് അലുമിനിയത്തിന്റെ ഓറായിട്ടുള്ള ബോക്സൈറ്റ് എന്ന് പറയുന്നത്. ഈ ബോക്സൈറ്റിനെ നമുക്ക് പ്യൂരിഫൈ ചെയ്ത് അലൂമിന ആക്കി മാറ്റുന്നു. ബോക്സൈറ്റിനെ പ്യൂരിഫൈ ചെയ്ത് അലൂമിന ആക്കി മാറ്റുന്നു. ആ അലൂമിനിയം എന്ത് തന്നെയാണ്? അലുമിനിയം ഓക്സൈഡ് തന്നെയാണ്. Then what is the difference between this bauxite and alumina? Bauxite is the impure form of aluminium ore and alumina is the pure form of aluminium ore. What is the difference? രണ്ടും അലുമിനിയം ഓക്സൈഡ് തന്നെയാണ്. എന്നാൽ ബോക്സൈറ്റ് എന്ന് പറയുന്നത് ഇംപ്യൂർ ഫോം ആണ്. അലൂമിന എന്ന് പറയുന്നത് ഈ ബോക്സൈറ്റിനെ പ്യൂരിഫൈ ചെയ്ത് കിട്ടുന്ന ഫോമാണ് അലൂമിനിയം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്, അതിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഈ ലീച്ചിങ്ങിന് ശേഷം കിട്ടുന്ന ആ ഒരു കോമ്പൗണ്ട് അലൂമിനിയം ഓക്സൈഡിനെയാണ് നമ്മൾ അലൂമിന എന്ന പേരിൽ പറയുന്നത്. ആ ലീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്? നമ്മൾ പറയുന്ന ബോക്സൈറ്റ് പ്ലസ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് ആഡ് ചെയ്യുന്നു. Sodium bauxite is mixed with the concentrated solution of sodium hydroxide. അതിനകത്ത് വാട്ടർ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് സോഡിയം അലൂമിനേറ്റ് എന്ന കോമ്പൗണ്ട് ആണ് കിട്ടുന്നത്. NaAlOH4. അങ്ങനെയുള്ള അലൂമിന ബോക്സൈറ്റ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, വാട്ടർ ഇത് ചേർത്ത് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സോഡിയം അലൂമിനേറ്റ് ലഭ്യമാകുന്നത്. ആ സോഡിയം അലൂമിനേറ്റിനെയാണ് നമ്മൾ പിന്നീട് എന്താക്കി മാറ്റുന്നത്? ഈ പറയുന്ന NaAlOH4 ടൈംസ് ഇതിനെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇതിനകത്തൂടെ കടന്നു. ആ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് നിന്നും നമുക്ക് NH2O, ഇത് അലൂമിന തന്നെയാണ്. ഹൈഡ്രേറ്റഡ് അലൂമിനിയാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ആ ഹൈഡ്രേറ്റഡ് അലൂമിനിയം അതിന്റെ കൂട്ടത്തില് സോഡിയം ബൈകാർബണേറ്റും അതുപോലെ അലുമിനിയം ഹൈഡ്രേറ്റഡ് അലുമിനിയം ഓക്സൈഡ് ആണ് കിട്ടുന്നത്. ആ ഹൈഡ്രേറ്റഡ് അലുമിനിയം ഓക്സൈഡും അതുപോലെ തന്നെ സോഡിയം ബൈകാർബണേറ്റും നമുക്ക് അവിടെ കിട്ടുന്നു. ദെൻ ഈ പറയുന്ന Al2O3 NH2O എന്ന കോമ്പൗണ്ടിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് നിന്ന് വാട്ടർ കണ്ടന്റ് പോവുകയും ഇത് പ്യുവർ ആയിട്ടുള്ള അലൂമിന ആയിട്ട് മാറുകയും. ഈ 3 സ്റ്റെപ്പിൽ കൂടിയാണ് അലൂമിനിയുടെ അല്ലെങ്കിൽ ബോക്സൈറ്റിന്റെ പ്യൂരിഫിക്കേഷൻ ലീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. ആ ലീച്ചിങ്ങിനകത്തോട് ഉപയോഗിക്കുന്ന ഏജന്റ് സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ പറഞ്ഞു. സൂട്ടബിൾ സോൾവെന്റ് എന്ന് അവർ പറഞ്ഞു. ആ സൂട്ടബിൾ സോൾവെന്റ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിനെ നമ്മൾ ചെയ്യുന്നത്. ബോക്സൈറ്റിനെ നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡുമായി ട്രീറ്റ് ചെയ്യുന്നു. സോഡിയം അലൂമിനേറ്റ് ഉണ്ടാവുന്നു. ആ സോഡിയം അലൂമിനേറ്റിന്റെ അകത്തുകൂടെ കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിട്ട് അസിഡിഫൈ ചെയ്ത് നമുക്ക് അവിടെ അലൂമിന കിട്ടും. ഇവിടെ കിട്ടുന്ന അലൂമിന ഹൈഡ്രേറ്റഡ് അലൂമിന ആയിരിക്കും. ആ ഹൈഡ്രേറ്റഡ് അലൂമിനിയം നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് പ്യൂർ ആയിട്ടുള്ള അലൂമിന നമുക്ക് അവിടെ ലഭ്യമാകും. അപ്പോൾ
ലീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ കൂടി നമ്മൾ ചെയ്യുന്ന കോൺസെൻട്രേഷൻ നടത്തുന്ന ഒരു മെറ്റലാണ് അലുമിനിയം. ദെൻ നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് ഈ മെറ്റൽസിന്റെ എക്സ്ട്രാക്ഷനകത്ത് ഗോൾഡ്, പ്ലാറ്റിനം, സിൽവർ എന്നിവയെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പ്യൂരിഫിക്കേഷൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ആ പ്യൂരിഫിക്കേഷന് വേണ്ടിയും നമ്മളിവിടെ ലീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ് നടക്കാറുണ്ട്. ഇവിടെ ഗോൾഡിന്റെ കേസിനകത്തും ഈ പറയുന്ന ലീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ് അഡോപ്റ്റ് ചെയ്യാറുണ്ട്. അതിനെ ഗോൾഡിന്റെ കേസ് നമ്മൾ അതിനെ പറയുന്നത് സയനൈഡ് പ്രോസസ് എന്നാണ് പറയുന്നത്. അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് സോഡിയം സയനൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം സയനൈഡ് ഇതിനായിട്ടുള്ള സയനൈഡ്സാണ് ഉപയോഗിക്കുന്നത്. ആ സയനൈഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ നമുക്ക് ഗോൾഡിന് ലയിപ്പിക്കുകയും അതിനെ ഇമ്പ്യൂരിറ്റി ചെറിയാതിരിക്കുകയും ചെയ്യുന്നു. ആ സൊല്യൂഷനിൽ നിന്നും വീണ്ടും ഗോൾഡിനെ നമുക്ക് റിട്ടേൺ ചെയ്തെടുക്കാം. അപ്പോൾ പ്യൂർ ആയിട്ടുള്ള ഗോൾഡ് മാത്രമായിരിക്കും. ഗോൾഡിന്റെ കേസിൽ അത് പ്യൂരിഫിക്കേഷൻ ഗോൾഡിന്റെ തന്നെയാണ് പ്യൂരിഫിക്കേഷൻ നടത്തുന്നത്. ഇവിടെ അലുമിനിയത്തിന്റെ കേസിൽ അതിന് ബോക്സൈറ്റ് എന്ന് പറയുന്ന അലുമിനിയത്തിന്റെ ഓറിന്റെ പ്യൂരിഫിക്കേഷൻ ആണ് നടത്തുന്നത്. അപ്പോൾ ആ രണ്ട് കേസിലും ലീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനകത്ത് ഒന്നാമത്തെ നമുക്ക് പറയാം ഹാൻഡ് ബേക്കിംഗ്. സിമ്പിൾ മെത്തേഡ് മാത്രമാണ് ഹാൻഡ് ബേക്കിംഗ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ മെത്തേഡ് ഹൈഡ്രോളിക് വാഷിംഗ്. ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സ്ട്രീം, ഒരു ഒഴുക്കുള്ള വെള്ളത്തിൽ കഴുകിയെടുക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് തന്നെയാണ് ചെയ്യുന്നത്. മൂന്നാമത്തത് മാഗ്നറ്റിക് സെപ്പറേഷൻ. അത് മാഗ്നറ്റിക് നേച്ചർ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. ഓർ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് മാഗ്നറ്റിക് സ്വഭാവമുള്ളതാണെങ്കിൽ മാത്രമാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. ഫോർത്ത് പ്രോസസ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഇവിടെ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് അത് വേറെ കേസാണ്. സൾഫൈഡ് ഓറുകളുടെ കാര്യത്തിലാണ്. സൾഫൈഡ് ഓസ് ആണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു കോൺസെൻട്രേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് പ്രോസസ് ലീച്ചിങ്. ലീച്ചിങ്ങിന്റെ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ബോക്സൈറ്റിന്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് ലീച്ചിങ് ഉപയോഗിക്കുന്നു. അവിടെ ലീച്ചിങ് ഏജന്റ് എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ്. അതുപോലെ ഇവിടെ ബോക്സൈറ്റ് എന്ന് പറയുന്നത് അലുമിനിയത്തിന്റെ ഓറാണ്. അതുപോലെ തന്നെ ലീച്ചിങ് ഉപയോഗിച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ നടത്തുന്ന പ്യൂരിഫിക്കേഷൻ ഗോൾഡ് എന്ന് പറയുന്ന ഇത് മെറ്റലിന്റെ പ്യൂരിഫിക്കേഷൻ ആണ്. ഇവിടെ ഇത് ഓറിന്റെ പ്യൂരിഫിക്കേഷൻ ആണ്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ആ രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പം മെറ്റലർജി എന്ന് പറയുന്നതിനകത്ത് ഒന്നാമത്തെ സ്റ്റെപ്പാണ് ക്രഷിംഗ് ആൻഡ് ഗ്രൈൻഡിങ് എന്ന് പറയുന്നത്. ആ ക്രഷിംഗ് ആൻഡ് ഗ്രൈൻഡിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ഇടിച്ച് പൊടിച്ച് അതിനെ പൗഡർ ഫോമിലേക്ക് മാറ്റുക എന്നത് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മുടെ കോൺസെൻട്രേഷൻ ഓഫ് പ്യൂർ. കോൺസെൻട്രേഷൻ മീൻസ് ടു റിമൂവ് ദ ഇമ്പ്യൂരിറ്റീസ് ആൻഡ് മേക്ക് ദ കോൺസെൻട്രേഷൻ പ്യൂർ. അതിനകത്ത് ഡിഫറെന്റ് പ്രോസസ് നമ്മൾ ഉപയോഗിക്കുന്നു. ആ പ്രോസസ്സുകളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ.